സിനിമ എന്ന് പറയുന്ന ഒരു വലിയ ഇൻഡസ്ട്രിയിലേക്ക് കയറാൻ താല്പര്യമുള്ള ആൾക്കാരാണോ? എനിക്കറിയാം ഈ വീഡിയോ കാണുന്നതിൽ ഭൂരിഭാഗം ആൾക്കാർക്കും അത് താല്പര്യമുണ്ടാവും. ഒരു നല്ലൊരു നടനോ ഇല്ലെങ്കിൽ ഒരു നടിയോ ആയിക്കോട്ടെ, ഒരു നല്ലൊരു DOP ആയിട്ടോ അല്ലെങ്കിൽ നല്ലൊരു ഡയറക്ടറായിട്ടോ കയറാൻ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അങ്ങനെ കയറാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരു അടിപൊളി ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഒരു നെപ്പോ കിട്ടാവുക. യാ ഗൈസ്, യു ഹേർഡ് ദാറ്റ് റൈറ്റ്. So this is 24 frames. Sit back, relax and let's talk cinema. Nepotism rocks. Nepotism rocks. ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി, അയാൾക്ക് സിനിമ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയിൽ അയാൾ ഉദ്ദേശിക്കുന്ന പൊസിഷനിൽ എത്തണമെങ്കിൽ എന്തോരം സ്കില്ലും എഫേർട്ടും ഹാർഡ് വർക്കും ഒക്കെ ഉണ്ടെങ്കിൽ അയാൾക്ക് ആ ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെടാൻ പറ്റൂ. അത് കഴിഞ്ഞ് അവിടെ ആ ഒരു ഫീൽഡിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ എന്തോരം എഫേർട്ട് ഇടണം. പക്ഷെ ഒരു നെപ്പോ കിഡിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആപ്ലിക്കബിൾ ആണോ? അപ്പോൾ പല കാറ്റഗറിയിലുള്ള നെപ്പോ കിഡ്സ് ഉണ്ട്. ആദ്യത്തെ കാറ്റഗറി സ്വന്തമായിട്ട് സ്കില്ലും ടാലൻറ്റും ഒക്കെ ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന, ബോൺ ടാലൻറ്റഡ് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ കുറേ ആൾക്കാർ നമ്മുടെ ഈ ഒരു ഫീൽഡിൽ നിന്നല്ല എല്ലാ ഫീൽഡിലും ഉണ്ട്. സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് സ്കില്ലും ടാലൻറ്റും ഒക്കെ കുറവാണെങ്കിലും പതുക്കെ ഈ ഫീൽഡിൽ നിന്ന് അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് നല്ല ഒരു പൊസിഷനിലെത്തുന്ന ഒരുപാട് നെപ്പോ കിഡ്സ് നമ്മുടെ ഈ ഇൻഡസ്ട്രിയിലുണ്ട്. ഒരു നെപ്പോ കിഡ് ഒരു മൂവിയിൽ അഭിനയിച്ച് അത് ഫ്ലോപ്പായി കഴിഞ്ഞാൽ അയാൾക്കൊരു പ്രശ്നമില്ല. കാരണം വേറെ മൂവീസ് എടുത്ത് അയാളെ ഹിറ്റാക്കി കൊണ്ടുവരാൻ വേണ്ടി മലയാളം സിനിമ ഇല്ലെങ്കിൽ ഏതൊരു ഇൻഡസ്ട്രി ആയിക്കോട്ടെ ശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. പക്ഷേ ഒരു സാധാരണ ഒരാളുടെ കാര്യം അങ്ങനെയാണോ? അല്ല. അയാളൊരു മൂവി, ഒരു സൈഡ് റോളിൽ വന്ന ഒരു വ്യക്തി ആ മൂവി ഫ്ലോപ്പായി കഴിഞ്ഞാൽ എന്തോരം ശ്രമിച്ചിട്ടായിരിക്കണം പിന്നൊരു മൂവിക്ക് അയാൾക്ക് ചാൻസ് കിട്ടുന്നത്. അയാൾക്ക് പിന്നൊരു റെക്കഗ്നിഷൻ കിട്ടി തുടങ്ങണമെങ്കിൽ തന്നെ എന്തോരം എക്സ്ട്രാ എഫേർട്ട് അയാൾ എടുക്കണം, എന്തോരം ചാൻസ് വെച്ച് ചെല്ലണം. പക്ഷെ ഒരു നെപ്പോ കിഡിന് ആ ഒരു പ്രശ്നമില്ല. കാരണം വീണ്ടും അയാളെ വെച്ച് ഇല്ലെങ്കിൽ അവനെയോ വെച്ച് സിനിമ എടുക്കാനോ ഇല്ലെങ്കിൽ സിനിമ നിർമ്മിക്കാനോ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതാണ് ഒരു ഡിഫറൻസ്. ഒരു കാറ്റഗറി ആൾക്കാരെയും പറ്റി ചീത്ത പറയാനോ കുറ്റം പറയാനോ താഴ്ത്തിക്കെട്ടാനോ തെറി പറയാനോ ഒന്നുമല്ല ഈ വീഡിയോ. എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഈ ഒരു ടോപ്പിക്കിൽ എനിക്ക് പറയണം. അതാണ് മെയിൻ കാര്യം. സോ എക്സാമ്പിളായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഒരു വ്യക്തി അയാൾ ഒരു നല്ലൊരു ഡയറക്ടർ ആവാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ്, ഇല്ലെങ്കിൽ നല്ലൊരു ആക്ടർ ആവാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ട് വേണം അയാൾക്കൊരു നല്ലൊരു സിനിമയിൽ ഒരു ചാൻസ് കിട്ടാൻ. എവിടെയൊക്കെ പോയി ഓഡീഷൻ ചെയ്യണം, ആരെയൊക്കെ കാണണം, എന്തോരം കെഞ്ചണം ഒരു വ്യക്തി ആ ഒരു പൊസിഷനിൽ. ആ ഒരു നടൻ ഒരു ചെറിയ റോളായിട്ടൊരു സിനിമയിൽ അപ്പിയർ ചെയ്യണമെങ്കിൽ വരെ എന്തോരം കഷ്ടപ്പെടണം, എന്തോരം ഹാർഡ് വർക്ക് അയാളിടണം, എന്തോരം എഫേർട്ട് ഇടണം. പക്ഷെ ഒരു നെപ്പോ കിഡിൻ്റെ സ്ഥാനത്ത് അങ്ങനെയല്ല കാര്യങ്ങൾ. അയാൾ അഭിനയിക്കുന്ന ഒരു സിനിമ ഫ്ലോപ്പ് ആയാൽ കൂടി വേറെ പല ഇഷ്ടംപോലെ സിനിമകളെടുത്ത് അതിന് ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് റെഡി ആയിട്ടിരിക്കുകയാണ്. പല സിനിമകളും എടുത്ത് അയാൾ ആ ഒരു വലിയൊരു ബിഗ്ഗസ്റ്റ് സെലിബ്രിറ്റി എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി സിനിമയിലുള്ള ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ തന്നെ കഷ്ടപ്പെടുന്നു. മനസ്സിലായില്ലേ? പക്ഷെ സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അങ്ങനെയല്ല കാര്യങ്ങൾ. അയാൾ നല്ലൊരു പൊസിഷനിൽ എത്തണമെങ്കിൽ അയാളുടെ ഫാമിലി ഇല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ട്സും കൂടെ ഹെൽപ്പ് ഇല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് കൂടി ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റും. പിന്നെ കുറച്ച് ഭാഗ്യവും കൂടെ. പക്ഷെ ഒരു നെപ്പോ കിഡിൻ്റെ കാര്യം എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഓഫ്കോഴ്സ് എല്ലാ നെപ്പോ കിഡ്സും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. സ്വന്തമായിട്ട് ടാലൻറ്റും സ്കില്ലും കൊണ്ടും കയറി വരുന്ന ഒരുപാട് നെപ്പോ കിഡ്സ് ഉണ്ട്. അവരൊക്കെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരുപാട് നെപ്പോ കിഡ്സിൻ്റെ നല്ല സ്റ്റാർസിൻ്റെ ഫാനാണ് ഞാൻ. സോ എനിക്ക് അവരോടൊന്നും ഒരു ദേഷ്യമില്ല. ബട്ട് ലാസ്റ്റ് പറഞ്ഞ ആ ഒരു ചെറിയ കാറ്റഗറി, അതായത് നിൽക്കണ്ട എന്ന് പറയുന്ന ഒരു രീതിയിൽ പോകുന്നത്, അതായത് ആരും അവരെ ഫോഴ്സ് ചെയ്ത് നിർത്തുകയാണ്. എന്തിനതിൻ്റെ ആവശ്യം? നമ്മൾ ചോദിച്ചു. മലയാളം സിനിമ കാണുന്ന ഓഡിയൻസ് അവർ ചോദിച്ചോ? ഇല്ല. ആരും നിർബന്ധിച്ചൊന്നുമില്ല. ഇവരെയൊക്കെ തിയേറ്ററിൽ കാണണം, ബിഗ് സ്ക്രീനിൽ കാണണമെന്ന് നമ്മളാരും ആവശ്യപ്പെട്ടിട്ടില്ല. അവരെന്തോ നിലനിൽക്കണം എന്നും പറഞ്ഞ് വീണ്ടും സിനിമകളെടുത്ത് ഇല്ലെങ്കിൽ വീണ്ടും പല പുതിയ പ്രൊജക്റ്റുകൾ ചെയ്ത് ഇങ്ങനെ നിലനിൽക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അവരോടൊരു സഹതാപമാണ് തോന്നുന്നത്. ഈ കാണിക്കുന്ന കാട്ടായം കാണുമ്പോൾ എന്താ ഇത്. സോ നൗ ഓഫ് ദ ടോപ്പിക്, ചില കാര്യങ്ങളൂടെ നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നി. അതായത് ഒരു റിവ്യൂ പറയുന്നതുകൊണ്ട് ഒരു പടം മോശമാകുന്നില്ല, ഒരു പടവും മോശമാകുന്നില്ല. ഇല്ലെങ്കിൽ റിവ്യൂ പറയാതെ ഇരുന്നിട്ടും ഒരു പടവും നല്ല പടവും ആകുന്നില്ല. നല്ല പടമാണെങ്കിൽ പ്രേക്ഷകർ പോയി കാണും.
എൻ്റെ റിവ്യൂ ഇല്ലെങ്കിൽ ഒരുപാട് റിവ്യൂ ചാനൽസ് ഉണ്ട്. എൻ്റെ റിവ്യൂ കാണുന്ന വ്യൂവേഴ്സിനോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പോയി കാണുക, ഇല്ലെങ്കിൽ കാണണ്ട. കണ്ടവരുണ്ടെങ്കിൽ ജെന്യുവൻ ആയിട്ടുള്ള ഒരു റിപ്ലൈ ഞാൻ താഴെ പ്രതീക്ഷിക്കുന്നു എന്നേ ഞാൻ പറയാറുള്ളൂ. അല്ലാതെ ഞാൻ ഒരു മൂവി നിങ്ങൾ ആ മൂവി പോയി കാണണ്ട, അത് പട്ടിക്കൂറ പടം എന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം റിവ്യൂസും അവരുടെ പേഴ്സ്പെക്റ്റീവാണ് പറയുന്നത്. ഈവൻ ഞാനും എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ്, ആ സിനിമയെ ഞാൻ എങ്ങനെ നോക്കിക്കാണുന്നു എന്നാണ് പറയുന്നത്. അല്ലാതെ എൻ്റെ ഒരു വീക്ഷണം വെച്ചിട്ട് നിങ്ങൾ ആ മൂവി കാണണ്ട എന്ന് ഒരിക്കലും ഡിസൈഡ് ചെയ്യരുത്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. എൻ്റെ വീഡിയോ കാണുന്ന ഇല്ലെങ്കിൽ ബാക്കി റിവ്യൂസിൻ്റെ വീഡിയോ കാണുന്ന അവരുടെ അതേ മൈൻഡ് സെറ്റുള്ള കുറച്ച് പേര്, 1000 പേരിൽ 998 പേരെങ്കിലും അവർക്ക് ഓപ്പോസിറ്റായിട്ടായിരിക്കും ചിന്തിക്കുന്നത്. ബാക്കി 2 പേരായിരിക്കും ചിലപ്പോൾ അവരുടെ രീതിയിൽ ചിന്തിക്കുന്നത്. സോ അവർക്ക് റിവ്യൂ പറയുന്ന കാര്യങ്ങൾ ഇല്ലെങ്കിൽ ആ ഒരു റിവ്യൂവർ പറഞ്ഞ കാര്യം അവർക്ക് റിലേറ്റബിൾ ആയിരിക്കും. കാരണം ഒരേ ചിന്താഗതിയാണ്. പക്ഷേ ബാക്കി 998 പേരും ഉണ്ട് ഓപ്പോസിറ്റ് ചിന്താഗതിയുള്ളവർ. അവർക്ക് ചിലപ്പോൾ ആ സിനിമ കണ്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടാം, ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാം. സോ റിവ്യൂ ഒരിക്കലും ഒരു സിനിമ ഹിറ്റാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാറ്റർ ചെയ്യുന്നില്ല. ആക്ച്വലി നമ്മൾ എന്തോരം മോശം പറഞ്ഞാലും ഇല്ലെങ്കിൽ എന്തോരം നല്ലത് പറഞ്ഞാലും ഹിറ്റാവാനുള്ള മൂവിയാണെങ്കിൽ അത് ഹിറ്റായിരിക്കും. സോ എനിക്ക് ഇത്രയാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ. ഞാൻ കൂടുതൽ പറഞ്ഞ് ഓവറാക്കുന്നില്ല, ബോറടിപ്പിക്കുന്നില്ല. സോ സീ യു ഗൈസ് ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.